നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ എടുത്തത് 995 30 നമ്മുടെ ടാർഗറ്റ് ഇപ്പോൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എക്സിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇന്ന് വളരെ വേഗത്തിൽ ഇതെല്ലാം സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ ഒന്നും ഓർഡർ ഇട്ടില്ല. അതല്ലാതെ തന്നെ നമുക്കിവിടെ എക്സിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ടാർഗറ്റ് അങ്ങനെ എക്സിറ്റ് ചെയ്യാനുള്ളൊരു ലോജിക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ എൻട്രി എടുത്തതിൻ്റെ കാരണം ഇതൊരു റെസിസ്റ്റൻസ് ലൈൻ അല്ലെങ്കിൽ സപ്പോർട്ട് ലൈനാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈനിനെ മുകളിലാണ് മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്തത്. പക്ഷേ മാർക്കറ്റ് മുകളിലേക്ക് പോയെങ്കിലും മേലത്തെ ലൈനിനെ കട്ട് ചെയ്തിട്ടാണെങ്കിലും അതിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. സോ മാർക്കറ്റ് താഴത്തേക്ക് ഫോളോ ചെയ്യുമായിരുന്നു. പ്ലസ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത് ഈ പോയിൻ്റ് തന്നെ ഏതാണ്ട് 3% എബോ ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. സോ എല്ലാവരും തന്നെ താഴത്തേക്ക് ഒരു മൂവ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മേലത്തെ ലൈനെ കട്ട് ചെയ്തിട്ട് മാർക്കറ്റിന് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ പോയത്. സോ മാർക്കറ്റ് താഴത്തേക്ക് ഫോളോ ചെയ്തു. അപ്പോൾ ഈ ലൈനിനെ കട്ട് ചെയ്ത് വീണ്ടും താഴേക്ക് ഇറങ്ങിയപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ആയപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കുമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 0.5%, അതായത് 5 രൂപ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചു. ഒപ്പം തന്നെ നമ്മുടെ ടാർഗറ്റായിട്ട് നമ്മൾ ഈ ഒരു സപ്പോർട്ട് ലൈനിനെയാണ് നമ്മൾ ടാർഗറ്റായിട്ട് കണ്ടത്. അത് 15 രൂപയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് 1:3 റിസ്ക് റിവാർഡാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. പിന്നെ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് പറയുകയാണെങ്കിൽ 0.5% സ്റ്റോപ്പ് ലോസും 1.5% ടാർഗറ്റും വരുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മൾ എൻട്രി എടുത്തു, വളരെ ഫാസ്റ്റായിട്ട് തന്നെ അത് മൂവ് ചെയ്തു. നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ നമ്മൾ മാനുവലി എക്സിറ്റ് എടുത്ത് ഇന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് പ്രൈസ് ആക്ഷൻ ട്രേഡിങ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗുണം. ഇതിപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ 1-2 വർഷമല്ല, ഏകദേശം ഒരു 2-2.5 വർഷത്തോളം നമ്മൾ മാർക്കറ്റിനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ട്രേഡ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. തുടക്കത്തിൽ വരുന്ന ഒരാൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണം, പെട്ടെന്ന് ചെയ്യാൻ പറ്റണം നിർബന്ധമില്ല. നിങ്ങൾ സമയമെടുത്ത് പതുക്കെ തന്നെ കാര്യങ്ങൾ പഠിച്ചാൽ മതി. അപ്പം നമ്മളുടെ ട്രേഡ് ബുക്ക് ഞാനിപ്പോൾ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇന്ന് നമ്മൾ എത്ര രൂപയ്ക്കാണ് എടുത്തത്, എത്ര രൂപയ്ക്കാണ് വിറ്റത്, എത്ര രൂപ ലാഭം കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഡർ ബുക്ക്. ഈ ഓർഡർ ബുക്കിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ എടുത്ത ടൈമും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 9:15 നമുക്കറിയാവുന്ന പോലെ. അപ്പോൾ മാർക്കറ്റ് 9:15 ഓപ്പൺ ചെയ്തു. നമ്മളുടെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമുക്ക് 9:16 നമുക്ക് എൻട്രി എടുക്കാൻ പറ്റി. 9:16 നമ്മൾ എൻട്രി എടുത്തപ്പോൾ 995 രൂപ 30 നമുക്ക് എൻട്രി കിട്ടി. നമ്മളുടെ ടാർഗറ്റ് ഹിറ്റായേക്കുന്നത് അത് നമ്മൾ സെല്ലാണ് ചെയ്തത്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്വാണ്ടിറ്റി നമ്മൾ സെല്ല് ചെയ്ത് 995 രൂപ 30. ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ തിരിച്ച് വാങ്ങിച്ചത് 9:17. അതായത് 1 മിനിറ്റിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് കിട്ടി എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഇങ്ങനെ സംഭവിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ചില ദിവസമൊക്കെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മൾ ഇതിൻ്റെ പുറത്തിരിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഇന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ ടാർഗറ്റ് കിട്ടിയപ്പോൾ ഇനി മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്നത് നമ്മളെ ഒരു കൺസേണേ അല്ല. നമുക്ക് കിട്ടേണ്ടത് കിട്ടി, നമ്മളതെടുത്ത് എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ 978 രൂപ 60 നമുക്ക് ടാർഗറ്റ് എക്സിറ്റ് കിട്ടി. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ പൊസിഷൻ P&L എന്ന് പറയുന്നത് 16 രൂപ 70 അപ്പോൾ ഈ പൊസിഷനിൽ നമുക്ക് 16 രൂപ 70 ലാഭം കിട്ടി. നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന തുക എന്ന് പറയുന്നത് നമുക്ക് ഈ 978 രൂപ ആക്ച്വലി നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കിവിടെ ലിവറേജ് കിട്ടുന്നുണ്ട്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ബൈ ഓർഡർ സെൽ ഓർഡർ ഇവിടെയാണ് ചെയ്യേണ്ടത്. നമ്മൾ സെല്ലാണ് ചെയ്തത്. അപ്പോൾ ഈ റെഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം മാർക്കറ്റ് ഓർഡറായിട്ടാണ് നമ്മൾ സെല്ല് ചെയ്തത്. ഈ 900 രൂപ വിലയുള്ള സാധനം നമുക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് 197 രൂപയാണ്. അപ്പോൾ 197 രൂപ നമ്മൾ മുടക്കിയപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റാണ് 16 രൂപ 70. ഓക്കെ, അത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ 197 രൂപയ്ക്ക് 16 രൂപ എന്ന് പറയുമ്പോൾ
നമുക്ക് കിട്ടിയേക്കുന്ന പെർസെൻറ്റേജ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 8% വരും. അത് സിമ്പിളായിട്ട് കണക്കൂട്ടുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് 1.5% ആണ് ഷെയറിൻ്റെ പുറത്ത് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഷെയറിൻ്റെ പ്രൈസ് നമ്മൾ മുഴുവൻ കൊടുത്തിട്ടില്ല, നമുക്ക് 5 ടൈംസ് ലിവറേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1.5 × 5, അതായത് നമുക്ക് 7.8% ആണ് അവിടെ ആക്ച്വലി നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ്. നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് നാൾ കണ്ട് പഠിക്കുക, അതിന് ശേഷം മാത്രം വലിയ ക്വാണ്ടിറ്റി എടുത്ത് ട്രേഡ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങളെ കാണിക്കാനും കൂടി ആയിട്ടാണ് നമ്മൾ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് ഇപ്പോൾ ഈ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡിസിപ്ലിനാണ് ഇതിനകത്ത് പ്രധാനം, നമ്മൾ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.